ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള കടുത്ത വാണിജ്യ യുദ്ധത്തിന് അപ്രതീക്ഷിതമായ ഒരു ശുഭാപ്തി കുറിക്കപ്പെട്ടപ്പോൾ അത് ഇന്ത്യ റഷ്യ ബന്ധത്തെ തകർക്കാനുള്ള ഒരു നീക്കം കൂടിയാണ്. ട്രംപിന്റെ ഇരട്ടത്താപ്പ് ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ 25% നിന്ന് 18% കുത്തനെ കുറയ്ക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ചരിത്രപരമായ തീരുമാനം ഇന്ത്യൻ വിപണിക്ക് നൽകുന്നത് പുതിയൊരു ജീവശ്വാസമാണെന്ന് പറയുമ്പോഴും പുടിൻ മോദി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമവും മറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ അത് മോദി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് ആഗോള രാഷ്ട്രങ്ങൾ. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പകരം അമേരിക്കയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുമെന്നുമാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അവകാശപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതുതായി പ്രഖ്യാപിച്ച വ്യാപാര കരാർ പ്രകാരം വെനിസ്വേലയിൽ നിന്നും ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുമെന്നും അവകാശപ്പെട്ടു. ഇത് റഷ്യയ്ക്ക് ഒരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്ന് റഷ്യൻ എണ്ണയുടെ വാങ്ങൽ നിർത്താൻ മാത്രമല്ല അമേരിക്കൻ ഊർജ്ജത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ന്യൂഡൽഹി സമ്മതിച്ചതായി വൈറ്റ് ഹൗസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ലിവിറ്റ് പറഞ്ഞു. വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യം ഇന്ത്യയും പരിഗണിച്ചേക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. പ്രസിഡന്റ് ഇന്ത്യയുമായി മറ്റൊരു മികച്ച വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായി നേരിട്ട് സംസാരിച്ചു. അവർ വളരെ നല്ല ബന്ധം പങ്കിടുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ മാത്രമല്ല അമേരിക്കയിൽ നിന്നും ഒരുപക്ഷെ വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് ഇപ്പോൾ അമേരിക്കയ്ക്കും അമേരിക്കൻ ജനതയ്ക്കും നേരിട്ട് നേട്ടമുണ്ടാകുമെന്ന് നമുക്കറിയാമെന്നും ലിവിറ്റ് കൂട്ടിച്ചേർത്തു. ഗതാഗതം, ഊർജ്ജം, കൃഷി തുടങ്ങിയ മേഖലയിൽ അമേരിക്കയിൽ $500 ബില്യൺ നിക്ഷേപം ഉൾപ്പെടെ കൂടുതൽ സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും ലിവിറ്റ് ഉറപ്പിച്ചു പറഞ്ഞു. അതിനു പുറമെ ഗതാഗതം, ഊർജ്ജം, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ അമേരിക്കയിലേക്ക് $500 ബില്യൺ നിക്ഷേപം നടത്തുന്നതിന് പ്രധാനമന്ത്രി മോദി പ്രതിജ്ഞാബദ്ധനാണ്. ഇത് മറ്റൊരു മികച്ച വ്യാപാര കരാറാണ്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ തന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ കഴിഞ്ഞത് അതിശയകരമാണെന്ന് പറഞ്ഞു. കൂടാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% തീരുവ കുറച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% കുറഞ്ഞ താരിഫ് ലഭിക്കുമെന്നതിൽ സന്തോഷമുണ്ട്. ഈ അത്ഭുതകരമായ പ്രഖ്യാപനത്തിന് ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് വളരെയധികം നന്ദി, പ്രധാനമന്ത്രി മോദി എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതി. അതേസമയം ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ US വ്യാപാര കരാറിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെ സെൻസിറ്റീവ് മേഖലകൾ, പ്രത്യേകിച്ച് കൃഷി, പാലുൽപ്പന്നങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി മോദി എല്ലായ്പ്പോഴും കാർഷിക, ക്ഷീര മേഖലകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്നും അവരുടെ തൊഴിലാളികൾക്ക് ശോഭനമായ ഭാവിയും വിശാലമായ അവസരങ്ങളും ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യം മുഴുവൻ ഇത് മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് അവരുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സെൻസിറ്റീവ് ഘടകങ്ങൾ, പ്രത്യേകിച്ച് കൃഷിയും പാലുൽപാദനവും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യമെമ്പാടുമുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. വ്യാപകമായ ആവേശമുണ്ടെന്നും ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.